യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ ഒരു ഇടപാടിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ, അന്നത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന ഒരാൾ പോയിരിക്കുന്നത്? ഇതൊന്നും പരിശോധിക്കാതാണോ? മന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്തത് പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. ഇത്ര വലിയ ഗുരുതരമായ വാർത്തകൾ പുറത്തു വന്നിട്ട് മുൻ കായിക മന്ത്രി ഒരക്ഷരം പോലും പ്രതികരിക്കാതെ മൗനത്തിൽ ഒളിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന് പേടിയുള്ളത് കൊണ്ടാണ്, ഭയമുള്ളത് കൊണ്ടാണ്, പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം ഇത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഏതാണ്ട് 130 കോടി രൂപ, $15 മില്യൺ US ഡോളർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഒരു കമ്പനിയിലേക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കേസായതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ കായിക മന്ത്രി മറുപടിയിൽ നിന്ന് ഒളിച്ചോടാതെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകണം. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ വിധി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. എങ്ങനെയാണ് ഒരു കമ്പനിയുമായി ഇത്തരത്തിലുള്ള കരാറുകൾ ഏർപ്പെട്ടത്? എങ്ങനെയാണ് കൊച്ചി സ്റ്റേഡിയം പോലെയുള്ള മനോഹരമായ ഒരു സ്റ്റേഡിയം നശിപ്പിക്കാൻ ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്? എന്തിനാണ് സ്പെയിനിൽ പോയത്? സ്പെയിനിൽ പോയി ആരുമായിട്ടൊക്കെയാണ് സംസാരിച്ചത്? എങ്ങനെയാണ് ഒരു സ്പോൺസറെ കണ്ടെത്തിയത്? അതിന്റെ മാനദണ്ഡം എന്താണ്? കേരള സർക്കാർ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ സ്പോൺസറായിട്ടാണ് ഒരു കമ്പനിയെ സർക്കാർ കണ്ടെത്തിയതെങ്കിൽ സർക്കാരിന് വേണ്ടി AFIയുമായും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുമായി കത്തിടപാടുകൾ നടത്താൻ എങ്ങനെയാണ് ഈ സ്പോൺസർക്ക് സാധിക്കുന്നത്? ഇത് സംബന്ധിച്ച് ഒട്ടേറെ ദുരൂഹതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ദുരൂഹതകൾ നീക്കാൻ അന്നത്തെ കായിക മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ജനങ്ങളോട് കൃത്യമായി മറുപടി പറയണം. അതോടൊപ്പം ഇത് സംബന്ധിച്ചുള്ള നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി ഇക്കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും യൂത്ത് ലീഗ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. മന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്തത് പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. ഇത്ര വലിയ ഗുരുതരമായ വാർത്തകൾ പുറത്തു വന്നിട്ട് മുൻ കായിക മന്ത്രി ഒരക്ഷരം പോലും പ്രതികരിക്കാതെ മൗനത്തിൽ ഒളിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന് പേടിയുള്ളത് കൊണ്ടാണ്, ഭയമുള്ളത് കൊണ്ടാണ്, പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞേ തീരൂ, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അത്ര ഗുരുതരമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പങ്കിനെ സംബന്ധിച്ചും പിന്നെ ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനക്കോ വിട്ടുകൊടുക്കണമെങ്കിൽ 5 കോടി രൂപ ഡെപ്പോസിറ്റ് അടയ്ക്കണം. ഒരു നയ പൈസ ഡെപ്പോസിറ്റ് നൽകാതെയാണ് ഈ സ്വകാര്യ കമ്പനിക്ക് കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി വാക്കാൽ നിർദ്ദേശം കൊടുത്തത്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാർ 5 കോടിയുടെ ഡെപ്പോസിറ്റിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ ഒഴിവാക്കി കൊടുക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ എങ്ങനെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുഖ്യമന്ത്രി ഒരു 5 കോടിയുടെ ഡെപ്പോസിറ്റ് ഒഴിവാക്കി കൊടുക്കുന്നത്? മാത്രമല്ല, ഈ യോഗത്തിന്റെ എല്ലാം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഈ സ്വകാര്യ കമ്പനി ഞാൻ സർക്കാരിന്റെ ഒരു ഏജൻസിയാണ് എന്ന രീതിയിലാണ് പെരുമാറിയത്. DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 2 യോഗങ്ങൾ ഈ സ്വകാര്യ കമ്പനിയുടെ മേൽനോട്ടത്തിൽ നടന്നു. അപ്പൊ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള അംബിഗിറ്റിയുള്ള ഒരു ഇടപാടിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന സർക്കാരിൽ അന്നത്തെ കായിക മന്ത്രിക്കുള്ള അമിതമായ സ്വാധീനം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാട്. ഇത് ഏതാണെന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ കൃത്യമായൊരു അന്വേഷണം നടക്കണം. അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതേ സംബന്ധിച്ച് പ്രതികരിക്കണം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ ഒരു ഇടപാടിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ, അന്നത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന ഒരാൾ പോയിരിക്കുന്നത്? ഇതൊന്നും പരിശോധിക്കാതാണോ? ഇതേതാണ് ഈ ടൂർ പ്രോഡ് എൻ്റർ എന്ന് പറയുന്ന ഈ ഏജൻസി ഏതാണ്? സംസ്ഥാന സർക്കാരിന്റെ
കേന്ദ്ര ഗവൺമെന്റുമായി നടത്തിയത്, കത്തിടപാടുകൾ നടത്തിയത് സംസ്ഥാന ഗവൺമെന്റാണ്. ഫെമയുടെ പെർമിഷന് വേണ്ടി ഈ ടൂർ പ്രൊവൈഡർ എന്ന് പറയുന്ന കമ്പനിക്ക് പണമടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി, ഫെമയുടെ അനുമതിക്ക് വേണ്ടി കേന്ദ്രത്തിന് കത്തയക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ഈ ടൂർ പ്രൊവൈഡറിനെ പോലെയുള്ളൊരു ഏജൻസിയുടെ മുൻപുള്ള ആക്ടിവിറ്റികളൊന്നും പരിശോധിക്കാതെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കത്തയക്കുന്നത് കേന്ദ്രവുമായി? അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്.